ഇന്ന് നമ്മളുടെ പാല് കാച്ചൽ ഡേ ആട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് പാലൊക്കെ കാച്ചിയിട്ട് ഇന്നത്തെ ഒരു ഡേ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ മാത്രമേ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്തിട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഹോളിൽ സാധനങ്ങളെല്ലാം കിടക്കുകയാണ്. കിച്ചൺ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടവർക്കറിയാം 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഇന്നലെ നമ്മൾ കൊണ്ടിറക്കിയതുപോലെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതായി കിടന്ന് തിരയുന്നത് എന്താണെന്ന് വെച്ചാൽ തീപ്പെട്ടി നോക്കുകയാണെന്നേ, വിളക്ക് കത്തിക്കണ്ടേ രാവിലെ. അപ്പോൾ തീപ്പെട്ടി നോക്കി നോക്കി അവസാനം ഞങ്ങൾ മടുത്തു. പിന്നെ ഇതാ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ സാധനം ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ അത്രയും കിടന്ന് പരതിയത് കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചതുകൊണ്ടാണ് ഇത് എവിടെയാണെന്ന് അറിയാൻ വയ്യ. നമ്മൾ കെട്ടിവെച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ തീപ്പെട്ടി നമ്മൾ ലാസ്റ്റ് ആയിരുന്നു എടുത്തു വെച്ചിരുന്ന ഈ ഒരു ഡെപ്പയ്ക്കകത്താക്കി കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പാല് കാച്ചാന്ന് വിചാരിച്ചു. മനസ്സിനകത്ത് ഭയങ്കര പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയും ദിവസം കിടന്ന് ഓടിയെങ്കിലും നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഇന്ന് പാല് കാച്ചാൻ ഒരവസരം കിട്ടിയല്ലോ. അത് തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ പാല് കാച്ചാൻ അടുപ്പത്തോട്ടാക്കി. ഈ ഒരു പാത്രം അമ്മ കൊടുത്തു വിട്ടിയ കേട്ടോ. അമ്മ വരാത്തതിൻ്റെ സങ്കടം എനിക്കുണ്ട്. എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അമ്മാമ്മയ്ക്കും വയ്യാണ്ടിരിക്കുന്നുണ്ട്. അമ്മമ്മയെ അവിടെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് വരാഞ്ഞത്. അങ്ങനെ പാലൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങി തൂകണമെന്നാണല്ലോ ശാസ്ത്രീയ പ്രകാരം. അന്നേരം അതിന് വേണ്ടി ഒരു വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് പൊങ്ങി നല്ല രീതിയിൽ തൂകിയൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ. ഫസ്റ്റ് നമ്മൾ ആ ഒരു വീട്ടിൽ കയറിയപ്പോൾ ആദ്യമായിട്ട് മറ്റേ വീടുണ്ടല്ലോ അവിടെ കയറി ഇങ്ങനെ പാല് കാഴ്ചയൊക്കെ നടത്തിയപ്പോൾ ഈ സാധനം പാല് പൊങ്ങി വരാൻ ഭയങ്കര താമസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്താ താമസിക്കുന്നത്, ഇങ്ങോട്ട് പൊങ്ങി വന്നുകൂടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങിയൊക്കെ വന്ന് തിളച്ച് ഇങ്ങനെ തൂകിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഗ്ലാസ്സിനകത്ത് പാലൊക്കെ എടുത്തു, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുഞ്ഞിനൊരു ഗ്ലാസ് കൊടുത്തു. പിന്നെ മമ്മി, ചിറ്റ, ഞങ്ങൾ മാത്രമേ കുടിച്ചോളൂ. കൊച്ചുങ്ങളൊക്കെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കാണെങ്കിൽ ഇന്നലത്തെ ഉറക്കക്ഷീണം നല്ല രീതിയിലുണ്ട്. ഇപ്പം അടുപ്പിച്ച് എത്ര ദിവസം കൊണ്ട് പണിയായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ കട്ടയ്ക്ക് നിന്ന് അവരും കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് വീട് നോക്കി ആ ദിവസം തന്നെ വൈകുന്നേരം ആയപ്പം നമ്മൾ മൊത്തം സാധനം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ദേഹത്ത് വേദനയൊക്കെ ഉണ്ട് കേട്ടോ. സംഗീക്കാണെങ്കിൽ എഴുന്നേക്കാൻ പോലും വൈകുന്നേരം ബാത്റൂമെല്ലാം കഴുകിയിട്ട് ആൾ ഭയങ്കര ടയേർഡാണ്. എനിക്കും അതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വിളക്ക് കത്തിച്ച് പാല് കാച്ചണ്ടേ, ആ ഒരു ത്രില്ലങ്ങ് എഴുന്നേറ്റേ കേട്ടോ. എന്നാലും പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഒരാശ്വാസമുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുവാണ് ചിറ്റ. നമുക്കിന്ന് നൂഡിൽസ് ആട്ടോ. അതിന് വേണ്ടിയിട്ടോ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മമ്മിയാണെങ്കിൽ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അരിയിലും പറക്കലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നതാണ്. പക്ഷെ പിന്നീട് അങ്ങ് മടിച്ചു. നമുക്ക് ഉള്ളതൊക്കെ കൊണ്ട് ഉണ്ടാക്കാം. അവർ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിറ്റയും അനീതിയൊക്കെ കൂടെ മമ്മിയൊക്കെ അങ്ങ് പോവുകയെന്ന് പറഞ്ഞായിരുന്നു. ചിറ്റയ്ക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് വേണം, നാളെയാണ് അവർ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവരിന്ന് ഉച്ചകഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് ഇവിടെ വന്നിട്ട് ചിറ്റ വന്നതിന് ശേഷം പിന്നെ ഒന്നും ചിറ്റയ്ക്ക് വേണ്ടി സ്പെഷ്യലൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന സമയം മോശമായി. നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ വീട് മാറിയതിന് ശേഷമായിരിക്കും അവർ വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാനോ അങ്ങനെ ഒന്നിനും പറ്റിയില്ല കേട്ടോ ഈ പ്രാവശ്യം വന്നപ്പോൾ. ഇനി പോയിട്ട് ഇനി എന്ന് വരാനോ, എപ്പോഴൊന്നും എന്തായാലും ഇനി ചിറ്റയൊന്നും വരത്തില്ല. ഇനിയിപ്പം ചിറ്റയ്ക്കിനി പുതിയ കുഞ്ഞുവാവയൊക്കെ വരാൻ പോവാണ്. അപ്പം അതായത് ചിറ്റയുടെ കൊച്ചുമോൻ, ഇനി കൊച്ചുമോനാണോ മോളാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഒരാളും കൂടെയൊക്കെ വരുന്നതിൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഈ സമയത്തൊന്നും നോക്കേ വേണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ചിറ്റയൊക്കെ പായസം ഉണ്ടാക്കി തന്നായിരുന്നു. ചെറിയൊരു സേമിയയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 28 ഓണത്തിന് നമ്മൾ ഉണ്ടാക്കാനെന്നും പറഞ്ഞ് മേടിച്ചാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയില്ല കേട്ടോ. ആ ഒരു പാക്കറ്റ് ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് കുറച്ച് പായസം, ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് മാത്രം മേടിച്ചായിരുന്നു ഒരു പാക്കറ്റ്. ഞങ്ങൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ കുടിച്ചു. പിന്നെ ഒരു സൈഡിൽ കൂടെ ഞാൻ ഒതുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പാത്രങ്ങളൊന്നും എടുത്ത് വെക്കുകയോ നമ്മൾ മസാല ഡപ്പകൾ എടുത്ത് വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചു. ഇന്നലെ നമ്മൾ തുടച്ചിട്ടെങ്കിലും ഒന്ന് ഉണങ്ങിയൊക്കെ സ്മെല്ല് മാറണമല്ലോ, അതുകൊണ്ട് തുറന്ന് തന്നെ ഇട്ടേക്കുമായിരുന്നു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് പിന്നെ രാവിലെ നമ്മൾ അടച്ചത് കേട്ടോ.
ഞാനിവിടെ അടുക്കളയിൽ ഓരോന്ന് ഒതുക്കൽ തുടങ്ങിയപ്പോഴത്തേക്ക് മമ്മിയാണെങ്കിൽ പുറത്ത് പോയി കേട്ടോ, പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യമാണ്, ക്ലീനിങ്ങിൻ്റെയൊക്കെ കാര്യം. പുറത്തോട്ടുള്ള ജോലികളായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് അതിനു വേണ്ടി പോയി. പിന്നെ കിച്ചണിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ഞാൻ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്ത് അവരെന്തെങ്കിലും വെച്ചാലും പിന്നെ ഞാൻ പിന്നീട് മാറ്റിയൊക്കെ വെക്കും എന്നുള്ള രീതിയിൽ, നീ തന്നെ വെച്ചാൽ മതി, നീയല്ലേ കൈകാര്യം ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ പിന്നെ ആരും അതിലോട്ട് തൊടാൻ വന്നില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഷാലി പിന്നെ എന്നെ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് തരാനും തുടയ്ക്കാനും ഒക്കെ. അങ്ങനെ ഇതാ ഈ ഡപ്പകളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചാണെങ്കിലും ഒന്നും കൂടെയൊക്കെ തുടച്ച് ഒന്ന് റെഡിയാക്കി വെക്കുന്നത് നമ്മൾ അവിടെ വെച്ചിരുന്ന അതേ രീതിയിൽ തന്നെ കേട്ടോ ഇവിടെയൊക്കെ വെക്കുന്നത്, അല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. പിന്നെ കുറേ പേര് നമ്മുടെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. ഇടാട്ടോ ഞാൻ സാവകാശമേ എടുത്തുള്ളൂ, കാരണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട് ഓരോ മൂലയ്ക്ക് വെച്ചിട്ട് ഓരോ ദിവസമായിട്ടാണ് ഞാൻ ഓരോന്നും ചേഞ്ചസ് വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ കൊണ്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എനിക്ക് കുറേ നേരം നിന്ന് എനിക്ക് നല്ല കാലിന് വേദനയായിട്ട്. ഇന്നലെ നമ്മളിപ്പോൾ ദിവസങ്ങളായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ, ഒറ്റ നിപ്പിന് ഇരിക്കാനോ ഒന്ന് കിടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിന് നല്ല ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഷാലു പിന്നെ വന്നിട്ട് എനിക്ക് കാലൊക്കെ ഇങ്ങനെ ജസ്റ്റ് മസാജൊക്കെ ചെയ്ത് തന്നെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ വന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് തടവിയൊക്കെ തരും കേട്ടോ. അന്നൊരു നല്ലൊരു സുഖമാണ്, പാവമാണ്. അവളാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തു തരുന്നത്. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇതാ ഞങ്ങൾ ഇവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയ കേട്ടോ. ചിറ്റയും മമ്മിയും അനിയത്തിയും കൂടെയൊക്കെ പോകുകയെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി. അങ്ങനെ അവരെ കൊണ്ടുവന്ന് അയത്തിൽ ബസ് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. എന്തൊക്കെയോ ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം സാധനങ്ങളും നമ്മൾ മസാല ഡപ്പകളെല്ലാം പറക്കി എല്ലാം വെച്ച് കഴിഞ്ഞ് എല്ലാം ഒന്നും കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇനി എന്തൊക്കെ വേണമെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഓർമ്മയിലുള്ള സാധനങ്ങൾ മേടിക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ ചപ്പാത്തിയുടെ ഒരു പാക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അരിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അരിയൊക്കെ മേടിക്കണം. ഇവിടെ ആണെങ്കിൽ പാക്കറ്റ് ടൈപ്പാണ്, പൊന്നിയരിയല്ലേ നമ്മൾ മേടിക്കുന്നത്. 1 കിലോ പൊന്നിയരി അങ്ങനെയാണ് വെച്ചേക്കുന്നത്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അല്ലാതെ നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് ലൂസായിട്ടല്ലേ മേടിക്കുന്നത്. ചിലപ്പോൾ 5 അല്ലെങ്കിൽ 10 കിലോ വെച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. തീരുമ്പോൾ പിന്നെയും പോയി മേടിക്കും, അങ്ങനെയാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചില്ല. പിന്നെ കുറച്ച് ഈ ചവിട്ടിയൊക്കെ മേടിക്കണമായിരുന്നു. നമ്മുടെ കൈ കിടന്നതൊക്കെ ചവിട്ടിയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് വന്നത് പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ അവിടെ ചവിട്ടിയുടെ കളക്ഷൻ കുറവായിരുന്നു കേട്ടോ. 2 ഞാൻ എടുത്തോളൂ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു. നമ്മൾ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെയും 1-2 സ്ഥലങ്ങളിൽ പോകണമായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി, 9:30 കഴിഞ്ഞായിരുന്നു തോന്നുന്നു കേട്ടോ. സംഗീ ഇവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവിടെ ഓക്കെ അല്ലേ എന്ന്. ആദ്യമായിട്ടാണല്ലോ. ഞങ്ങൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് 1-2 സാധനങ്ങളും കടയിലൊക്കെ കയറണമായിരുന്നു, അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ അനാമിക ജ്യോതിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 19 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എന്നാ വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം 19 മുമ്പേ ആണോ അത് കഴിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. കാരണം ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ നല്ല രീതിയിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അനിയത്തിമാരും ചേട്ടനും കൂടെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് 3 പേരും കൂടെ. അപ്പോൾ ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് അമ്മ കൊണ്ടു തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമ്മളിത് ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ വെച്ചേക്കുകയാണ്. പിന്നെയും നമ്മൾ അവിടെ ഒന്നേയും സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നീട് അത് നമ്മൾ പിന്നെയും ഇളക്കിയെല്ലാം മാറ്റിയിട്ട് കൊണ്ടുവരണ്ടേ. പിന്നെ ഇവിടെ ഒന്ന് പിന്നെയും സെറ്റ് ചെയ്യണം. അതുകൊണ്ട് എന്തായാലും മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഇവിടെ വന്നിട്ടാട്ടോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതെല്ലാം മറ്റേ തുണിയുടെ ടൈപ്പ്, നമ്മുടെ ഒരു അലമാരയില്ലേ ആ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആട്ടോ. അങ്ങനെ ഇത് എന്തൊക്കെയാണ് പറഞ്ഞാലും കുറേ നേരം കഷ്ടപ്പെട്ട് 3 പേരും കൂടെ അത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കൂടെ ഒരു തുണി ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരു മേളിൽ കൂടെ ഇങ്ങനെ അടച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് സിബ്ബൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. ഇതിൻ്റെ ഒരു സിബ്ബ് പോയിട്ടുണ്ട്, ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണം. അല്ലാതെ എല്ലാം ഓക്കെ ആക്കി എടുത്തു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, സീ യു.